ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നല്ലൊരു ജോലി, ആഗ്രഹിച്ച സ്ഥലത്തെത്തുക, ആഗ്രഹിച്ച ജോലി നേടുക എന്നുള്ളത്. ഈ 8 നോയമ്പ് സമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ആ ജോലിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് വചനം ചേർത്ത് ജപമാല ചൊല്ലുക. വചനം ചേർത്ത് ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യമാണ് എടുക്കേണ്ടത്. സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക, ശേഷം സ്വർഗസ്വനായ പിതാവേ ചൊല്ലുന്നു, അതിനുശേഷം 10 നന്മ നിറഞ്ഞ മറിയമേ വരുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടതിന് ശേഷം നമ്മുടെ തടസ്സങ്ങൾ മാറാനായിട്ട് യെശയ്യാ 45:2 വചനം ചൊല്ലണം. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയതിന് ശേഷം ഈ വചനം ചൊല്ലുക, വീണ്ടും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. അങ്ങനെ 10 ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു രഹസ്യം തീരുകയാണ്. അപ്പോൾ ആ വചനം ചേർത്ത് ആ ജപമാല ചൊല്ലുമ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിക്കണം. പരിശുദ്ധ അമ്മേ, എൻ്റെ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ ജപമാലയുടെ ശക്തിയാൽ മാറ്റി എനിക്ക് നല്ല ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കാൻ ഞാൻ അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിക്കുന്നു. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിക്കണം, എനിക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളത് 10 പ്രാവശ്യം വചനം ചേർത്ത് ജപമാല ചൊല്ലുക. രണ്ടാമത് നമ്മുടെ അടുത്ത രഹസ്യമാണ് വരുന്നത്, സന്തോഷത്തിൻ്റെ തന്നെ. ഈ സന്തോഷത്തിൻ്റെ രഹസ്യം രണ്ടാമത് ചൊല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രാരംഭ പ്രാർത്ഥന രഹസ്യം ചൊല്ലുക. രഹസ്യം ചൊല്ലിയതിന് ശേഷം ലൂക്ക 18:27 വചനം ചേർത്ത് ജപമാല ചൊല്ലുക. 10 നന്മ നിറഞ്ഞ മറിയമയാണ്. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയതിന് ശേഷം വീണ്ടും വചനം ചൊല്ലുക, വീണ്ടും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക, വീണ്ടും വചനം ചൊല്ലുക. അത് 10 പ്രാവശ്യമായി കഴിയുമ്പം 2 രഹസ്യം കഴിയും, ആ രഹസ്യം തീരുവാണ്. അപ്പം ആ വചനം ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ഈ തിരുവചനത്തിൻ്റെ ശക്തി ഒരു അഭിഷേകമായി എന്നിൽ നിറയണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്കൊരു ജോലി ലഭിക്കണമേ. പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി ഒരു കൊടുങ്കാറ്റായി എൻ്റെ മേൽ ആഞ്ഞടിക്കണമേ. അടുത്തത് നമ്മൾ ചൊല്ലുന്നത് 3-ാമത്തെ വചനമാണ്, 3-ാമത്തെ രഹസ്യം. 3-ാമത്തെ രഹസ്യം ചൊല്ലുമ്പോഴും നമ്മൾ രഹസ്യം ചൊല്ലിയതിന് ശേഷം സ്വർഗസ്വനായ പിതാവേ ചൊല്ലുന്നു, 10 നന്മ നിറഞ്ഞ മറിയമേ വരുന്നു. ആ നന്മ നിറഞ്ഞ മറിയമേൽ നമ്മൾ അടുത്ത വചനമാണ് എഫോസ്യസ് 2:10. ഈ വചനം ചേർത്ത് വേണം അടുത്ത ചൊല്ലാനായിട്ട്, 3-ാമത്തത്. പിന്നെ വരുന്നത് 4-ാമത്തതാണ്. 4-ാമത്തെ രഹസ്യം ചൊല്ലുമ്പം മത്തായി 6:33 തിരുവചനം ചൊല്ലി വേണം പ്രാർത്ഥിക്കാൻ. അത് ചൊല്ലുമ്പോഴും ഈശോയെ, പരിശുദ്ധ അമ്മേ, ഈ തിരുവചനത്തിൻ്റെ ശക്തി ഒരു കൊടുങ്കാറ്റായി എൻ്റെ മേൽ ആഞ്ഞടിച്ച് എനിക്ക് ജോലി ലഭിക്കണമേ എന്ന് പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ വരുന്നത് 5-ാമത്തെയാണ്. 5-ാമത്തെ രഹസ്യത്തിലും നമ്മൾ ചൊല്ലേണ്ട വചനമാണ് സങ്കീർത്തനം 37:4. നമ്മുടെ രഹസ്യം ചൊല്ലിയതിന് ശേഷം 10 നന്മ നിറഞ്ഞ മറിയമേ വരും. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഈ വചനം ചൊല്ലണം. ഇങ്ങനെയാണ് ജപമാലയിൽ വചനം ചേർത്ത് നമ്മൾ ചൊല്ലേണ്ടത്. ഇവിടെ വേണ്ടത് നമുക്ക് വിശ്വാസമാണ്. നമ്മുടെ പാവങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അനുതപിച്ച് പശ്ചാത്താപിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ തിരുവചനത്തിൻ്റെ ശക്തിയാലും ഈ ജപമാലയുടെ ശക്തിയാലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ജപമാല അറിയില്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ട് ആദ്യത്തെ 10 തവണ ഒരു വചനം ചൊല്ലുക, യെശയ്യാ 45:2. രണ്ടാമത് വീണ്ടും 10 വചനം വരുമ്പോൾ ലൂക്ക 18:27 ചൊല്ലുക. അങ്ങനെ ഓരോ വചനങ്ങൾ ചേർത്ത് 10 തവണ ചൊല്ലുക. അങ്ങനെ 50 തവണയാവും. 3 തവണ പിന്നെ ലാസ്റ്റ് വരുന്നുണ്ട്. 53 തവണയാണ്, 53 മണിയാണ് ഒരു ജപമാല.
അപ്പം മൂന്നാമത്തെ ആ 3 മണിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്, പരിശുദ്ധ അമ്മേ, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ വേണം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഇവിടെ വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. നമ്മൾ ഓടി നടന്നിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ പാഞ്ഞ് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം വേണം. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. അപ്പോൾ വചനത്താൽ നിറയണം. ലോകത്തിൻ്റെ വചനം തേടിയല്ല പോകേണ്ടത്, ദൈവത്തിൻ്റെ വചനം തേടിയാണ്. ഈ തിരുവചനങ്ങൾ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങളുടെ നിയോഗം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം, നിയോഗം ജോലി മാത്രമേ ആകാവുള്ളൂ, ജോലിക്ക് വേണ്ടിയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കുക. നമ്മുടെ പാവങ്ങൾ, തെറ്റായ മേഖലകൾ, തെറ്റായ ചിന്തകൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് വിശുദ്ധീകരിച്ച് എളിമപ്പെട്ട് ദൈവത്തിലേക്ക് അടുക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.